ആ അപ്പോൾ കോഴിക്കോട് ഓട്ടോ സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മളുള്ളത്. പണിയൊന്നുമില്ല, നോൽമ്പൊക്കെ ആയതുകൊണ്ട് വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിപ്പോൾ നമ്മളൊരു വണ്ടിയാണ്, ആരാധ്യ. നമ്മളെ ഡ്രൈവർ ആരാധ്യ. ഇനി അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. രണ്ടാമത്തെ വണ്ടി കേട്ടോ. ഹായ്, നമ്മൾ സംസുദ്ധി. എന്തൊക്കെ വിശേഷം? അടുത്ത വണ്ടി ഇതാ പഞ്ചിക്കൽ സ്റ്റാൻഡിൻ്റെ വണ്ടി കേട്ടോ. അനിൽകുമാർ ഏട്ടനാണ്. അടുത്ത ഇതാ നമ്മളെ കമ്പനിക്കാരൻ്റെ വണ്ടി കേട്ടോ. നമ്മളെ കമ്പനിക്കാരൻ നമ്മളെ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ നിസാർ കോഹിനൂർ, ഷാജിൽ നിസാർ. ഇത് നമ്മളെ അടുത്ത ഏലോത്തപ്പൻ നമ്മളെ വണ്ടി കേട്ടോ. ഏലോത്തപ്പനാണ്. അടുത്ത വണ്ടി ഉണർവ്. ഇതൊക്കെ നമ്മളെ ചങ്കുകളാട്ടോ, ചങ്കുകളെ വണ്ടിയാണ്. അടുത്ത ചങ്ക് നമ്മൾ മുതലാളി. പേരൊന്ന് പറഞ്ഞു. ബാസിത്ത് നീരോൽപ്പാലം. ഇത് നമ്മളെ വണ്ടി. ഇതാ നമ്മളെ വണ്ടി. ഒരുപാട് വണ്ടി ഉണ്ട്. ഇന്ന് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്, കുറവാണ് ഇപ്പോൾ വണ്ടി. ഇതാ നമ്മളൊരു ചങ്കാണ്. ഹലോ, ഞാൻ അനന്തനാണ്. അനന്തൻ ഭായ്. ഇതാ നമ്മൾ അടുത്ത ചങ്കാണ് പ്രമോദ് അമ്പലപ്പടി. ഇനി വണ്ടി കളിഞ്ഞ് വരാൻ ഒരു വണ്ടി കൂടി വന്നേ ഇവിടുത്തെ കോഴിക്കോട് വണ്ടി. വിനോദ് അമ്പലപ്പടി. നമ്മളെ അടുത്തൊരു വണ്ടി കേട്ടോ, സ്റ്റാൻഡിൻ്റെ അടുത്ത വണ്ടിയാണ്. ആളുതാ. എൻ്റെ പേര് സൈദലി. ഞാൻ തിരുവനന്തപുരമാണ് എൻ്റെ നാട്. ഞാനിപ്പോൾ കൂട്ടുമുക്കിൻ്റെ താമസം. നമ്മളെ ഇലക്ട്രിക് വണ്ടി കേട്ടോ, സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. പേര് പറയണം. എൻ്റെ പേര് സുഗതേട്ടനാണ്. ഇനിയുണ്ട് വണ്ടി വരാൻ. നമ്മളെ അടുത്ത വണ്ടി കേട്ടോ, ബഷീർ. ഇതാ നമ്മളെ സ്റ്റാൻഡിലൊരു വണ്ടിയാണ്. കണ്ടടി അറുമുഖൻ അമ്പലപ്പടി കോഹിനൂർ ഓട്ടോ. അറുമുഖൻ പോരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, റമദാനൊക്കെ അല്ലേ. അപ്പോൾ കുറേ ഡ്രൈവർമാരൊക്കെ ഓരോ അവനാൻ്റെ പള്ളിയിൽ പോകാനുള്ള സമയമായിന്. 12 മണി 12:15 ആയില്ലേ, അതുകൊണ്ടാവും. പിന്നെ നമ്മളെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ട് ഇവിടെ, നാസർക്കാൻ്റെ വണ്ടിയാണ് ഇപ്പോൾ സൈഡാ കിട്ടി. മൂപ്പർ ഇപ്പോൾ കോഴിക്കോട് പള്ളിയിൽ പോയതാവും വിചാരിക്കാം, അങ്ങോട്ട് പോയതാവും. കാരണം ഇപ്പോൾ നിലവിൽ കോഹിനൂർ ഓർഡിനറി സീനിയർ ഡ്രൈവറാണ് നമ്മളെ നാസർ ഭായിൻ്റെ വണ്ടിയാണ് സൈഡാ കിട്ടിയത്. ഇനിയുണ്ട് ഒരുപാട് വണ്ടിക്കാർ വരാണ്ട്, ഒരു 10-25 വണ്ടിക്കാർ വരാണ്ട്. ഒരാരും ഇപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം നോക്കിയാൽ മതി. അപ്പോൾ അത് അർമ്മ സ്വന്തമായിട്ട് കുറേ പണിയൊക്കെ എടുക്കുന്ന ആളാട്ടോ. പിന്നെ സ്റ്റാൻഡിൽ നിൽക്കൽ കുറവാണ്. പിന്നിങ്ങനെ അവൻ്റെ ഓട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ സ്വന്തം പണിയാണ്. എന്തൊക്കെയുണ്ട്? എന്താ അർമ്മ പണി? എന്താ കണ്ടില്ലേ ചെറിയൊരു ബെഡുണ്ട് ഓട്ട. അപ്പൊ അതിപ്പോ നമ്മള് വർക്ക്ഷോപ്പ് കൊണ്ടുപോയാലേ പറഞ്ഞിട്ട് അവിടെ 2 മാട്ടം മാടി അവിടെ ഇവിടെ കത്തിച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും 2000 2500 മറ്റേ ഗ്യാസ് ബിൽഡിങ് മറ്റേ ബിൽഡിങ് പറയും. അപ്പൊ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യം നമ്മൾ വീട്ടിൽ തൊള്ളടക്കപ്പം അതിനത്ര വലിയ പണിയില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പണിയുള്ളൂ. അപ്പൊ വർക്ക്ഷോപ്പിൽ ചെന്നാൽ ഇപ്പൊ ചുരുങ്ങിയ 2000 കൊടുക്കണം. അതേപോലെ അവിടെ 2000 കൊടുക്കണം. ഒരു 10 റുപ്യ പേച്ച് വർക്കും പെയിന്റും എല്ലാം കൂടി 10-15 റുപ്യ പണി കായില്ലാതെ പോകും. ഓട്ടോ ഷോട്ടി കിട്ടാനാ. അപ്പൊ എന്താ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇത് പഠിക്കാൻ അതിനത്ര പണിയില്ല. ഇത് നമ്മൾ വൈറ്റ് സിമെന്റും സാധാ സിമെന്റും മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് കളർ അടിച്ചിട്ട് സിമെന്റ് നിനക്കൊന്നും വേണ്ട. എന്നിട്ട് അത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് എല്ലാം മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് അതിന് പ്രത്യേക കളർ വരാണ്. ആ കളർ അതായത് നമ്മളിങ്ങനെ കൈമ തേച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വലിയും. ആ വലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റിങ്ങിനാട്ടിൽ പവറാണ്. അപ്പൊ അത് ഇതിൽ വെച്ചിട്ട് നല്ല ഐഡിയ അവരെ പേപ്പറും വെക്കുക. പേപ്പറും വെച്ചിട്ട്
ഉള്ളിൽ പേപ്പർ വെച്ചിട്ടേ അതാദ്യം വെച്ച് ഒട്ടിക്കാം. ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബെൽറ്റിങ്ങിനായിട്ട് ഒരു പവറിൽ നിൽക്കും സാധനം. അവന്നിട്ട് അതിൻ്റെ പൊട്ടിച്ച് ഇതൊക്കെ പരീക്ഷിച്ചാണ് ആള്, ഇതൊക്കെ പരീക്ഷിച്ചാണ് അവിടെ ഈ വണ്ടിയുടെ സൈഡിലൊക്കെ കണ്ടാലേ അതൊക്കെ പരീക്ഷിച്ചാണ്. ഇതാ ഈ ഭാഗേ അങ്ങനെ ചെയ്താണ്. നമ്മൾ ചെന്നപ്പോൾ 2000 പിന്നെ അത് തീരില്ല. നമ്മളൊരു പണിയുണ്ട് വരുമ്പോൾ പണി വേണ്ട, അത് തീർന്നിട്ടും കേട്ടോ. അത് ഹോട്ടലിൽ അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിൽ നിർത്താൻ കേട്ടോ. നല്ല വെയിലാണ്. വെയിൽ പറഞ്ഞാൽ റോഡിൻ്റെ വെയിലും ഇവിടെ സ്റ്റാൻഡിൽ ഒരു മരവും കാര്യമൊന്നും ഇല്ല. ഞങ്ങൾ ഷെഡുണ്ട്. നമ്മളെ ഷെഡിലാണ് ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ. ഷെഡിലൊക്കെ ഇപ്പോൾ കുട്ടികൾ ഇരിക്കുകയാണ്. ഉണ്ടാക്കിയ ഷെഡാണ്. ആകെയുള്ള ഞങ്ങൾ രക്ഷയാണ് പോയി. നമുക്ക് അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.